അതിപ്രശസ്തനായ ഒരു ജ്യോത്സ്യൻ്റെ കൺസൾട്ടേഷൻ റൂമിന് പുറത്തിരിക്കുകയായിരുന്നു ഞാൻ. അകത്ത് ആരോ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് വിതുമ്പുന്നത് കേൾക്കാം, ഉച്ചത്തിൽ സംസാരിക്കുന്നത് കേൾക്കാം, സ്വാന്തനിപ്പിക്കുന്നത് കേൾക്കാം. അപ്പോൾ ഞാനത് കാതു കൊടുത്തില്ല. ആ സ്വകാര്യമായ കാര്യങ്ങളായിരിക്കുമല്ലോ പറയുന്നത്. അതുകൊണ്ട് ഞാനിങ്ങനെ എൻ്റെ അലസമായി എൻ്റെ മൊബൈലിലൊക്കെ നോക്കിയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ വാതിൽ തുറന്നു. ഇറങ്ങി വന്ന ആളെ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. ശബരിമലയിൽ സ്ത്രീകളെ കയറ്റാൻ വേണ്ടി, ആചാരലംഘനം നടത്താൻ വേണ്ടി ഏറ്റവും മുന്നിൽ നിന്ന് വാദിക്കുകയും ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസമാണ് എൻ്റെ ജീവാത്മാവും പരമാത്മാവും എന്ന് പറഞ്ഞു നടക്കുകയും ചെയ്യുന്ന വലിയ നേതാവ് മുന്നിൽ നിൽക്കുന്നു. അദ്ദേഹമാണ് ജ്യോത്സ്യനെ കണ്ട് പരിദേവനങ്ങൾ നടത്തി ശാന്തിമാർഗം തേടിയതിന് ശേഷം ഇറങ്ങി വന്നത്. ഞാൻ സോഷ്യൽ മീഡിയയിൽ വായിച്ച ഒരു കുറിപ്പാണ്. ആ കുറിപ്പ് എഴുതിയ ആരാണെന്ന് ഞാൻ പറയുന്നില്ല. കുറിപ്പ് തെറ്റിദ്ധരിപ്പിക്കും വിധം MP ഗോവിന്ദൻ്റെ ചിത്രവും കൂടെ ചേർത്തിട്ടായിരുന്നു. അതേ തുടർന്ന് കേരളത്തിൽ വലിയൊരു വിവാദം ഉണ്ടാവുന്നു. അതിപ്രശസ്തനായ ഒരു ജ്യോത്സ്യനെ കാണാൻ CPMൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗവും സംസ്ഥാന സെക്രട്ടറിയുമായ ഗോവിന്ദൻ പോയി എന്ന് പറഞ്ഞ് ഒരു വിവാദം ഇപ്പോൾ ഉണ്ടാവുന്നുണ്ട്. കണ്ടായിരുന്നോ? കണ്ടു. MP ഗോവിന്ദൻ കണ്ടത് പ്രശസ്ത ജ്യോത്സ്യൻ പയ്യന്നൂരിലെ മാധവ് പൊതുവാളിനെയാണ്. ഗോവിന്ദൻ കാണുമ്പോൾ ഗോവിന്ദൻ്റെ ഭാര്യ ശ്യാമളയും കൂടെ ഉണ്ടായിരുന്നു. സാധാരണഗതിയിൽ കൺസൾട്ടേഷന് പോകുമ്പോഴാണ് നമ്മൾ ഭാര്യയെ കൂട്ടുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പുരോഗമനവാദി ഒക്കെ ആവുമ്പോൾ മറ്റ് കുടുംബത്തിലെ കാര്യങ്ങൾ, നക്ഷത്രം, കുട്ടികളുടെയൊക്കെ ഇതൊക്കെ ഓർത്തിരിക്കുന്ന ഭാര്യയായിരിക്കും. നമുക്കെപ്പോഴും തെറ്റും. അപ്പോൾ അതുകൊണ്ട് ഭാര്യ ശ്യാമളയും ഉണ്ടായിരുന്നു. ഇതുകൊണ്ടായിരിക്കും ഞാൻ പറയുന്നില്ല. സാധാരണഗതിയിൽ ഭാര്യമാരെ കൂട്ടുന്നത് രാമേന്ദ്ര സാറ് പോകുമ്പോൾ അങ്ങനെയാണ്. അതെ, കാരണം അവർക്കാണ് ജനന സമയം ഓർമ്മയുള്ളത്. കാരണം പ്രസവിച്ചത് അവരാണല്ലോ. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ഓർമ്മയുണ്ടാവുന്ന അവർ. അപ്പോൾ ഈ മാധവ് പൊതുവാളിൻ്റെ കുടുംബം എന്ന് പറയുന്നത് VPK പൊതുവാളിൻ്റെ കുടുംബമാണ്. VPK പൊതുവാളിൻ്റെ പൈതൃകത്തിലുള്ള ആളാണ് മാധവ് പൊതുവാൾ. VPK പൊതുവാൾ ഈ മാതൃഭൂമിക്കൊക്കെ, മനോരമയ്ക്കും, ആദ്യം മാതൃഭൂമിക്ക്, പിന്നെ മനോരമയും പഞ്ചാംഗത്തിനുമൊക്കെ കണ്ടു. ഇടയ്ക്ക് കലണ്ടർ ഉണ്ടാക്കുന്ന കാലത്ത് മനോരമയ്ക്ക് കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടായി. പൊതുവാൾ ഗണിച്ചു കൊടുത്തതിന് പകരം കലണ്ടർ ഉണ്ടാക്കുന്ന ആള് സ്വന്തം നിലയ്ക്ക് ഒരു ഗണിക്കൽ നടന്നിട്ട് പ്രശ്നമായി. പിന്നെ സാഷ്ടാംഗ പ്രണാമമൊക്കെ ചെയ്യേണ്ടി വന്നു, മാപ്പൊക്കെ പറഞ്ഞ്. അപ്പോൾ ഈ VPK പൊതുവാളിൻ്റെതാണ് ഇപ്പോഴും മാതൃഭൂമി ഇറക്കുന്ന പഞ്ചാംഗം. അദ്ദേഹം 100 കൊല്ലത്തെ ഗണിച്ചു കൊടുത്തിട്ടാണ് വിട പറഞ്ഞതെന്നാണ് പറയുന്നത്. പക്ഷേ ഈ മാധവ് പൊതുവാളിൻ്റെ വീടിരിക്കുന്നത് പയ്യന്നൂരിലെ ഈ AKG സെൻറ്റർ എന്നാണെന്ന് തോന്നുന്നു, പാർട്ടി ഓഫീസിൻ്റെ പേര്. അവിടെ അതിൻ്റെ നേരെ എതിർവശത്താണ്. പിണറായി വിജയൻ പോകാറുണ്ട് അവിടെ. പാർട്ടി ബന്ധമുള്ള കുടുംബമാണ്. മാത്രമല്ല, ഒരു കാലത്ത് എന്തോ ഇവർക്ക് ആക്രമണ ഭീഷണിന്നോ കുടുംബത്തിലെ ഒരാൾക്ക്, മാധവ് പൊതുവാളിൻ്റെ, കുറെ കാലം ഒരു കാവൽ ഒക്കെ പോലെ എപ്പോഴും വിളിച്ച് അന്വേഷിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു പിണറായി വിജയൻ എന്നൊക്കെ ഈ കുടുംബക്കാർ പറയുന്നുണ്ട്. മാത്രമല്ല, ഒരു കാലത്ത് KG മാരാരും ഒക്കെ ഈ ദിനേശ് ബീഡി, ഗണേഷ് ബീഡിയുടെ കമ്പനി, ബാംഗ്ലൂർ ഗണേഷ് ബീഡിയുടെ, അപ്പോൾ അവിടെ നിന്ന് വന്നിട്ട് AKGയും KG മാരാരും ചായ കുടിക്കുമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വലിയ പാരമ്പര്യമുള്ള, അതായത് ഈ വീടിൻ്റെ തൊട്ടടുത്താണ് സംഘകാര്യാലയവും പാർട്ടി ഓഫീസും ഇരിക്കുന്നത്. അതെ. പിന്നെ ഈ നമ്മൾ നോക്കുകയാണെങ്കിൽ AKGയുടെ ഉപ്പു സത്യാഗ്രഹം, ഇങ്ങനെ ഒരുപാട് പാരമ്പര്യമുള്ള സ്ഥലമാണല്ലോ പയ്യന്നൂര്. പയ്യന്നൂർ ഇപ്പോഴും എനിക്ക് തോന്നുന്നത് ഒരു വർഷത്തിൽ ഏറ്റവും വലിയ ഇന്ത്യയിലെ സംഗീതജ്ഞരെയൊക്കെ വിളിച്ചിട്ട് ഒരാഴ്ചത്തെയോ 2 ആഴ്ചത്തെയോ പരിപാടി പയ്യന്നൂരിൽ നടക്കുന്നുണ്ട്. പലപ്പോഴും എന്നെ വിളിക്കാറുമൊക്കെ ഉണ്ട്, അതിനെ പോയി കേൾക്കാനും ഒക്കെ. പയ്യന്നൂർ ഈ മൊത്തം ഈ മാർക്സിസത്തിൽ അമർന്നിട്ടുള്ള സ്ഥലമല്ല അത്. കാരണം ധാരാളം ഈ പൊതുവാൾമാരും ഇങ്ങനത്തെ ആളുകളും ഒക്കെ ഉള്ള ഒരു സ്ഥലമായതുകൊണ്ട് അത് നിലനിർത്തി പോരുന്നൊരു സ്ഥലമാണ് പയ്യന്നൂർ. സതീഷ് ബാബു പയ്യന്നൂര് നമ്മുടെ ഒരു സുഹൃത്തായിരുന്നു. അദ്ദേഹം ഭാര്യ വീട്ടിൽ പോയപ്പോഴാണ് ഹാർട്ട് അറ്റാക്ക് മരിച്ചു പോയതുമൊക്കെ. അപ്പം ഈ പൊതുവാള് പറയുന്നത്, പൊതുവാളുമായിട്ട് ഒരു ചാനൽ സംസാരിക്കുന്നത് ഞാൻ കണ്ടു. പൊതുവാൾ പറയുന്നത് അദ്ദേഹം ഭാര്യയായിട്ട് വന്നിരുന്നു, പക്ഷേ ഒന്നും ഗണിക്കാനോ കുറിക്കാനോ
നക്ഷത്രം പറയാനോ അതിനൊന്നും വേണ്ടി വന്നതല്ല. നമുക്ക് അവരെയൊക്കെ പരിചയമുണ്ട്. അങ്ങനെ അവർ വന്നതാണ്. എനിക്ക് കാലിന് എന്തോ അസുഖം ഉണ്ടായിരുന്നു, അപ്പോൾ അത് അന്വേഷിക്കാൻ വന്നതാണ് എന്നൊക്കെ അദ്ദേഹം പറയുന്നുമുണ്ട്. പക്ഷേ ഇതൊക്കെ ശരിയായിരിക്കും, മാധവ് പൊതുവാൾ പറയുന്നതൊക്കെ ശരിയായിരിക്കും. പക്ഷേ ഏത് പാർട്ടിക്കാരനായാലും ഏത് സഖാവായാലും സഖാവിന് കുറച്ച് പൈസയൊക്കെ ഉണ്ടായിരുന്നിരിക്കട്ടെ, നമുക്ക് സമ്പത്ത് വരുമ്പോഴാണല്ലോ ഭയം ഉണ്ടാവുക, ദൈവഭയമൊക്കെ കൂടുന്നത്. നമുക്ക് നഷ്ടപ്പെടാൻ ചങ്ങലകൾ മാത്രം, മാർക്സും എംഗൽസും ഒക്കെ പറഞ്ഞിട്ടില്ലേ, അത് മാത്രമുള്ള സമയത്ത് നമുക്ക് ദൈവഭയത്തിൻ്റെ ഒന്നും കാര്യമില്ല. നമ്മുടെ കയ്യിലൊന്നും ഇല്ലല്ലോ, ഒന്നും വീട്ടിൽ വരേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ സമ്പത്ത് വരുമ്പോൾ ഇങ്ങനെ പല പ്രശ്നങ്ങളൊക്കെ വരും. ഇൻകം ടാക്സുകാർ വീട്ടിൽ വരിക, അപ്പോൾ ഭയം വരും. ഭയം വരുമ്പോൾ നമുക്ക് ദൈവത്തിൽ വിശ്വാസമൊക്കെ വരും. അങ്ങനെയാണ് നമ്മൾ ഈ ബൃഹദീശ്വര ക്ഷേത്രത്തിലേക്ക് ഭാര്യ വിടുക, മകളെ വിടുക, ഭാര്യ മകളെ ഒന്നിച്ചു വിടുക. അത് പാർട്ടി കോൺഗ്രസിന്റെ സമയത്താവുമ്പോൾ 2 ദിവസം നേരത്തെ പോയാൽ ഇതൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക്. നമ്മൾ തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടില്ലേ, കോയമ്പത്തൂര് പാർട്ടി കോൺഗ്രസ് നടക്കുമ്പോൾ തമിഴ്നാട്ടിലെ സഖാക്കൾ വലിയ ലോറിയിലും ബസ്സിലും ഒക്കെ വന്നിട്ട് പഴനിയിൽ തിരിച്ചെന്തൂര്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത് എന്തിനാണ് രാമേന്ദ്രൻ സാർ ഇത്രയേറെ പറയുന്നത്? കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ BJPയുടെ കാര്യാലയം ഇതിനടുത്താണ്, CPMൻ്റെ ഓഫീസ് അടുത്താണ്, അവിടെ KG മാരാറുണ്ടായിരുന്നു, CPMൻ്റെ നേതാക്കന്മാരുണ്ടായിരുന്നു. അവർ ചായ കുടിക്കാൻ ഒരേപോലെ ഈ വീട്ടിൽ വരുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് CPM ഒരു വിപ്ലവം പറയുന്ന പാർട്ടിയാണിപ്പോഴും, പ്രവൃത്തിയിലില്ലെങ്കിൽ പോലും. പക്ഷേ CPMൻ്റെ ഒരു നേതാവ് ഈ ഒരു ജ്യോതിഷ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളെ പോയി കണ്ടാൽ എന്തിനാണ് വിവാദമാക്കുന്നത്? സത്യത്തിൽ വിവാദമാക്കേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. ചാനലുകാരൻ മൈക്കുമായിട്ട് പോയി കാണുന്നു, എന്തിനാ വന്നെന്ന് ചോദിക്കുന്നു. ഇത് വിവാദമായത് എന്തുകൊണ്ടാണല്ലോ, മുമ്പ് കോടിയേരിയുടെ വീട്ടിൽ നിന്ന് ചില ആളുകൾ മുട്ടറുക്കാൻ കാടാമ്പുഴ പോയത്, പൂമൂടലിനൊക്കെ പോയപ്പോ പിന്നെ കോടിയേരിയുടെ കയ്യിൽ ഒരു രക്ഷയോ ഏലസോ മറ്റോ ഉണ്ടെന്ന് പറഞ്ഞു. അതെ. അപ്പൊ ഇതൊക്കെ വന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണൂരിലെ പാർട്ടിയുടെ വിഭാഗീയത കാരണമാണ്. ഇത് പുറത്തേക്ക് വിട്ടത്, ലീക്ക് ചെയ്തത്, സംസ്ഥാന കമ്മിറ്റിയിൽ സംസാരിച്ചത് ഇന്ന സഖാവാണെന്ന ആളുകൾക്ക് സംശയമുള്ളതുകൊണ്ട് ആ സഖാവിനോട് പോയി ചോദിച്ചു. അപ്പൊ ആ സഖാവ് പറഞ്ഞു, സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങൾ പോയത് ഈ ജ്യോത്സ്യം നോക്കാനൊന്നും അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് അദ്ദേഹം. അപ്പോൾ പരസ്യമായിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, അപ്പോൾ വിഭാഗീയതയുടെ ഭാഗമായിട്ടാണ് ഇത് പുറത്തു വരുന്നത്. ചിലപ്പോൾ ഗോവിന്ദൻ മാഷ് വെറുതെ പോയതായിരിക്കും ഭാര്യയായിട്ട്. അല്ല, ഈ ആധ്യാത്മിക രംഗത്തുള്ള ആളുകളുമായി വ്യക്തിബന്ധങ്ങൾ പോലും പാടില്ല എന്ന് ഒരു വിഭാഗം ആളുകൾ എന്തിനാ ശടിക്കുന്നത്? ഞാൻ കുറച്ചുകൂടി കടന്നു ചോദിച്ചോട്ടെ. ഈ ഗ്രഹനില ഒക്കെ ഉണ്ടാക്കിക്കുക, അതിലെന്താ തെറ്റ്? ജാതകം എഴുതിക്കുക, ഞാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആകുമോ, സാധ്യതയുണ്ടോ എന്ന് ആരാഞ്ഞാൽ എന്താ കുഴപ്പം? ഇപ്പൊ ഉദാഹരണത്തിന് പിണറായി വിജയൻ ഒരു ബസ് യാത്ര നടത്തിയില്ലേ, മന്ത്രിസഭാ അംഗങ്ങളെ മുഴുവൻ വെച്ചിട്ട്. അന്ന് എന്നോടൊരു സഖാവ് പറഞ്ഞു, ഇതൊരു ജ്യോത്സ്യം പറഞ്ഞിട്ട് ചെയ്തതാണ്. ആ ജ്യോത്സ്യം പറഞ്ഞു, അങ്ങ് ഒറ്റയ്ക്ക് സഞ്ചരിക്കരുത്, അങ്ങേക്കിപ്പോൾ ദുർഘട സന്ധ്യയാണ്, അങ്ങ് സഞ്ചരിക്കുമ്പോൾ മന്ത്രിമണ്ഡലത്തിനെ മൊത്തത്തിൽ കൊണ്ടുപോകണം. അതുകൊണ്ടാണ് എല്ലാ മന്ത്രിമാർക്കും ആ ബസ്സിൽ സഞ്ചരിക്കുക. ബസ്സാണ് ഭാരം പറഞ്ഞില്ല, മ്യൂസിയം ആക്കും, ആളുകൾ ക്യൂ നിൽക്കും എന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു ഗ്യാരേജ് പട്ടി വെച്ച് കിടപ്പുണ്ട് അതിനകത്ത്. അപ്പം ആ മന്ത്രിമാർ മൊത്തം സഞ്ചരിക്കേണ്ടി വന്നില്ലേ ഇങ്ങനെയാണെന്ന്. ഇനി അത് ശരിയാണെന്നിരിക്കട്ടെ, എന്താ തെറ്റ്? സാധാരണഗതിയിൽ രാജാക്കന്മാരൊക്കെ മറ്റേ സദസ്സിൽ തന്നെ ജ്യോത്സ്യന്മാരും ഒക്കെ ഉണ്ടായിരുന്നില്ലേ? രാജാവിൻ്റെ ഇടയ്ക്ക് തമാശ കേൾക്കണം എന്ന് തോന്നുമ്പോൾ ബീർബലിനെയൊക്കെ വിളിക്കില്ലേ, തെന്നാലി രാമനെയൊക്കെ വിളിക്കില്ലേ, 2 തമാശ പറയൂ എന്ന് പറഞ്ഞിട്ട്. തമാശ അല്ലെങ്കിൽ ചിലപ്പോൾ തല വെട്ടിപ്പോവുകയും ചെയ്യും. അപ്പം ഭരിക്കുന്നവര്, പ്രമാണിമാര്, ഇങ്ങനത്തെ ആളുകൾക്കൊക്കെ ഈ എന്റർടൈൻമെന്റ്, ഈ ആവശ്യങ്ങളും ആസ്വാദ്യകരമായ സംഗതികളും. ഇപ്പം നമ്മുടെ അവസ്ഥ എങ്ങനെ ഇരിക്കുന്നു? ഞാൻ സെക്രട്ടറി സ്ഥാനത്ത് തുടരുമോ? ഒന്ന് നോക്കി പറഞ്ഞ്. മാത്രമല്ല, പാർട്ടി ഓഫീസിന്റെ നേരെ ഇരിക്കുമ്പോൾ അധികം മറ്റേ വലിയ കൺസൾട്ടേഷൻ ഫീസൊന്നും. അത് മാത്രമല്ല, പാർട്ടിക്കാർക്ക് അസ്വാഭാവികമായിട്ട് തോന്നില്ല. പാർട്ടിയുമായിട്ട് നല്ല ബന്ധമുള്ള ഒരാളാണ്, ഒരു വീടാണ്. ഇപ്പൊ നമ്മുടെ വീടിന് നേരെ ഓപ്പോസിറ്റ്
CPM-ന്റെ ഓഫീസുണ്ട്, അപ്പുറത്ത് താമസിക്കുന്ന ആൾ കോൺഗ്രസ് ആണെങ്കിൽ പോലും ആ വീട്ടുകാർക്ക് ആ ഓഫീസുമായിട്ടൊരു ബന്ധമുണ്ടാവും. മാത്രമല്ല മുമ്പ് ഇദ്ദേഹം സൈദ്ധാന്തികനായിട്ട് അറിയപ്പെട്ടിരുന്ന ഒരാളാണ്, ഇപ്പൊ പോഴനായിട്ടാണ് അറിയപ്പെടുന്നത്. ഇതെന്തുകൊണ്ട് എന്ന് ഭാര്യയ്ക്കൊരു സംശയം തോന്നി, ജോത്സ്യനോട് ചോദിച്ചു. നല്ല താങ്ങി ഇടയ്ക്കൂടെ. അപ്പോൾ നമുക്ക് ഇത്തരം സംശയങ്ങൾ ചോദിക്കാനല്ലേ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഒരാള് സഖാവ് ബാറിൽ കയറിയാൽ തന്നെ എന്താ തെറ്റ്? ഇവിടെ ആളുകൾക്ക് കയറാൻ വേണ്ടിയിട്ടല്ലേ ബാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഞാൻ അതിനോട് വിയോജിക്കുന്നു. ആധ്യാത്മിക പരിവേഷമുള്ള ഒരു സ്ഥലത്ത് പോകുന്നതും ബാറിൽ പോകുന്നതും ഒരേപോലെ എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കൂല. ആശുപത്രിയിൽ പോകുന്നു, ആശുപത്രി ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്ഥാപനം, ബാർ ആളുകൾക്ക് കയറാൻ വേണ്ടിയിട്ടാണല്ലോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. തലയിൽ മുണ്ടിരാതെ തന്നെ ആളുകൾക്ക് കയറി പോകാവുന്ന സ്ഥലമാണിത്. വോഡ്ക കഴിച്ചിരുന്നില്ലേ നമ്മുടെ റഷ്യൻ വിപ്ലവരിഷ്ടമാണ്. അപ്പോൾ ഇതിലൊക്കെ എന്താ തെറ്റ്? അവര് ടൈയും ഇല്ലേ കോട്ടും ഒക്കെ ഇട്ടാണ് നടക്കുന്നത്. അങ്ങനെ ഇവിടെ നടന്നാൽ എന്താ തെറ്റ്? അമേരിക്കയിൽ പോകുമ്പോൾ ആ സ്ക്വയറിൽ നിൽക്കുമ്പോൾ മാത്രമേ നമ്മൾ ടൈ കിട്ടുള്ളൂ എന്ന് ഇങ്ങനെയൊക്കെ നൈസായിട്ട് കേട്ടു അല്ലേ? ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ എന്താ? ഞാൻ വളരെ പോസിറ്റീവ്, എനിക്ക് ഇതിനോട് യോജിപ്പില്ല. സഖാവായി എന്നത് പോയതുകൊണ്ട് ആധ്യാത്മിക രംഗത്തുള്ള ആളെ കാണരുതെന്ന് പറഞ്ഞാൽ എനിക്ക് അതിനോട് യോജിക്കാൻ പറ്റില്ല. ഞാനും പറയുന്നത് KG മാരാര് ഈ മാധവ് പൊതുവാളിന്റെ അല്ലെങ്കിൽ VPK പൊതുവാളിനെ കാണുമ്പോൾ അതിൽ തെറ്റില്ല, കാരണം അദ്ദേഹം ഹിന്ദുത്വയാണ്. പക്ഷെ ഈ ഭൗതികവാദം പറയുന്ന ആള് കണ്ടാൽ തെറ്റ് എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. ശരി, അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെയാണ് ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇപ്പൊ പാർട്ടി എടുത്തിരിക്കുന്നത് ഒരു സോഫ്റ്റ് ഹിന്ദുത്വ പൊസിഷനാണ്. സോഫ്റ്റ് ഒന്നുമല്ല, ഹാർഡ് തന്നെ. കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി CPM. ഹിന്ദു പാർട്ടിയാണ് അവര് സമ്മതിച്ചാൽ മതി. അതാണ് അവർ ഈ ഒളിസേവ, അതിലാണ് എനിക്ക് എതിർപ്പ്. ഇത് സേവിച്ചോ പരസ്യമായിട്ട് ഇത് ശരിയാണ്. അപ്പൊ പിന്നെ കേരളത്തിൽ BJP എന്ത് ചെയ്യും? അപ്പോൾ അതാണ് പ്രശ്നം. ഇപ്പൊ BJPക്ക് വെല്ലുവിളി ഉയർത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്, ഇപ്പൊ ഉദാഹരണത്തിന് അയ്യപ്പ സംഗമം അപ്പൊ നടത്താൻ പോകണു. അത് സ്റ്റാലിൻ മറ്റേ മുരുക സംഗമം നടത്തിയതിന്റെ പ്രചോദനത്തിലായിരിക്കും. തെരഞ്ഞെടുപ്പിന് മുമ്പ് അഖില ലോക അയ്യപ്പ സംഗമം നടത്താൻ പോകും. പക്ഷെ 3000 പേര്, ഞാൻ ആദ്യം വിചാരിച്ചിരുന്നു ഇത്രയും അയ്യപ്പന്മാർ അവിടെ വന്നാൽ എങ്ങനെ അവിടെ 3000 ഡെലിഗേറ്റ് നടത്താൻ പറ്റുന്നു. 3000 പേരാണ് വരുന്നത് എന്ന് പറഞ്ഞാല് മറ്റേ അയ്യപ്പനെ വെച്ചിട്ട് ഒരു വോട്ട് പിടിക്കാം എന്ന് പറഞ്ഞത്. അപ്പോൾ അവര് ഹിന്ദുത്വ പാതയിലാണ്, ശോഭായാത്ര നടത്തുന്നില്ലേ. അപ്പോൾ അതുകൊണ്ട് ഗോവിന്ദൻ സത്യത്തിൽ തുറന്നു പറഞ്ഞാൽ അദ്ദേഹത്തിന് മൈലേജ് കൂടുതൽ കിട്ടുള്ളൂ. ഞങ്ങൾ ഇന്നതിന് വേണ്ടിയിട്ടാണ്, പാർട്ടിയുടെ ഭാവി എന്താണ്, എൻ്റെ ഭാവി എന്താണ്, എൻ്റെ ജോലിക്ക് ഭംഗം വരുമോ, ഇങ്ങനെ ഈ ഒളിസേവയ്ക്ക് പകരം തുറന്നു പറച്ചിലിൻ്റെ ഒരു കാലാവസ്ഥ പാർട്ടിയുടെ അകത്ത് ഉണ്ടാവണം. ഇത് എൻ്റെ ഒരു മറ്റേ പാട്ട് പോലെ ഒളിസേവ ചെയ്യുന്നു അല്ലേ ഗോവിന്ദൻ. അപ്പൊ അതുകൊണ്ട് തുറന്ന് സമ്മതിക്കാം, നോക്കാം. ഏതായാലും സ്വാമിയെ ശരണമയ്യപ്പ, അയ്യപ്പ സംഗമം വിജയിക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.